ഒരല്പം രാഷ്ട്രീയം. ഐ ഡോണ്ട് നോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്കറിയാം കമ്മ്യൂണിസ്റ്റുകാരെല്ലാം കൂടെ എന്നെ അടിച്ചു കൊല്ലാൻ വരുമെന്ന്. സൈബർ ഗുണ്ടകളെ വെൽക്കം വെൽക്കം. ഒരു പെൺകുട്ടിയെ അതിഭീകരമായി സൈബർ ഇടങ്ങളിലിട്ട് ആക്രമിക്കുന്നത് കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ സബ്ജക്റ്റ് എടുക്കുന്നത്. വാസ്തവത്തിൽ അവൾ എൻ്റെ പാർട്ടിക്ക് അഗൻസ്റ്റാണ്. തീർച്ചയായിട്ടും ഒന്നുകിൽ ഈ പാർട്ടിയിൽ കുറച്ചെങ്കിലും ബോധമുള്ളവരുണ്ടാകണം, അല്ലെങ്കിൽ ബോധമുള്ളവർ ഈ ബോധമില്ലാത്തവന്മാരെ ഒന്ന് ബോധവൽക്കരിക്കാനെങ്കിലും ശ്രമിക്കുകയെങ്കിലും വേണം. പെങ്കൊച്ചു പറഞ്ഞത് എന്താണ്? ഒരാൾ ബോംബ് ആക്രമണത്തിൽ മരണപ്പെട്ടു. ആക്രമണമല്ല, ഉണ്ടാക്കുന്ന സ്ഥലത്തെങ്ങാണ്ട പോയി കിടന്ന് എന്തിനാ കാണിച്ചതിൽ പൊട്ടിത്തെറിച്ച് മരിച്ചു എന്നാണ് പറയുന്നത്. ന്യൂസ് അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നടന്ന സംഭവത്തിൽ അവിടെയുള്ള പ്രദേശവാസിയായ ഒരു പെൺകുട്ടി വന്ന് പറയുന്നു, ഇത് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കുന്നത് ഒരു പ്രത്യേക തരം ജീനുകളാണ്, ആ ജീനുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്കറിയാം എന്നാ പറയുന്നത്. സർ എനിക്ക് കൂപ്പ് കൈയോടെ പറയാനുള്ളത് പറഞ്ഞാൽ, ഞങ്ങൾ പാവപ്പെട്ട ജനങ്ങളാണ്. ഞങ്ങളുടെ ജീവിതം വെച്ച് നിങ്ങൾ കളിക്കരുത്. കാരണം ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്, സ്വൈര്യമായിട്ട് സഞ്ചരിക്കാനുള്ള അവകാശമുണ്ട്. അത് നിങ്ങളായിട്ട് എടുക്കരുത്. എൻ്റെ ഒരു പ്രാർത്ഥനയാണിത്. ഞങ്ങൾ സാധാരണ ജനങ്ങളാണ്. ഞങ്ങൾ പാവപ്പെട്ട ജനങ്ങളാണ്. നിങ്ങൾ ഓരോ ആൾക്കാരും വോട്ടിന് വേണ്ടി ഞങ്ങളടുത്ത് വരുന്നില്ലേ? അപ്പോൾ ഞങ്ങളുടെ ജീവന് നിങ്ങൾക്ക് ഒരു വിലയില്ലേ? ഈ ഒരാൾ പൊട്ടി മരിച്ചെന്നപ്പോൾ ഞങ്ങളല്ല എന്ന് പറയുന്ന ആൾക്കാർ, ശരി അവിടെ എവിടെയെങ്കിലും ബോംബ് ഉണ്ടെങ്കിൽ അത് നമ്മൾ എടുത്ത് മാറ്റാം എന്ന് ഇവരെന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ഇനിയിപ്പോൾ അഫ്ഗാനിസ്ഥാനിലൊക്കെ കണ്ടിട്ടുണ്ട്, മറ്റേ ബോംബിലൊടുക്ക മറ്റേ ഇത് സ്കാനർ വെച്ച് കൊണ്ടുപോയിട്ട് എടുക്കുന്നില്ലേ? അതുപോലെ ഇപ്പം ഞങ്ങളുടെ നാട്ടിലെ ആൾക്കാർ കൊണ്ടുപോയി നടക്കേണ്ടി വരുമോ? പുല്ല് പറിക്കുന്ന സ്ത്രീകൾ, കുട്ടികൾ കളിക്കുമ്പോൾ ക്രിക്കറ്റ് ബോൾ വീണിട്ട് അവർ പോയി എടുക്കും. അങ്ങനെ ഇവര് അലക്ഷ്യമായിട്ട് വെക്കണ ബോംബ് ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരുടെ ജീവൻ വെച്ച് കളിക്കരുത്. ഇതൊരു പ്രാർത്ഥനയാണ്. ഞാൻ എനിക്ക് വേണ്ടിയല്ല പറയുന്നത്, ഞങ്ങളുടെ നാട്ടിലെ എല്ലാ നാട്ടിലെയും ഓരോ ആളുകൾക്ക് വേണ്ടിയും ഞാൻ പറയുന്നത്. പാവങ്ങളാണ് സർ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകാനും ഒന്നിനും സമയമില്ല. ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുക, അത്ര ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ദയനീയ അവസ്ഥയാണ്, അതുകൊണ്ടാണ് പറയുന്നത്. അല്ല സീന, ഞാൻ അതുകൊണ്ടാണ് നേരത്തെ ചോദിച്ചത്. ഇപ്പോൾ ഒരു സംഭവം ഇങ്ങനെ സംഭവിച്ചതുകൊണ്ട് നമ്മളെല്ലാം അറിഞ്ഞു, അല്ലെങ്കിൽ നാട് മുഴുവൻ അറിഞ്ഞു. അതിന് മുമ്പ് ആ പ്രദേശത്ത് നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയെന്ന് താങ്കൾക്ക് അറിയാമെങ്കിൽ അതും കൂടി ഷെയർ ചെയ്യാം. അപ്പോൾ അത് കുറച്ചുകൂടി വ്യക്തമാവുമല്ലോ. മുമ്പ് ഇങ്ങനെ ഒരാള് മരിക്കുന്നത് എൻ്റെ അറിവിൽ ആദ്യമായിട്ടാട്ടോ. ഞാൻ അവിടെ 39 വർഷമായി താമസിക്കണു. എൻ്റെ അറിവിൽ ആദ്യമായിട്ടാണ് ഒരാൾ ബോംബ് പൊട്ടി മരിച്ചത്. പിന്നെ ഇവര് എങ്ങനെയല്ലോ പൊട്ടിക്കണുണ്ട്, അത് എന്താണോ ബോംബാണോ ഓലപ്പടക്കാണോ ഒന്നും എനിക്കറിയില്ല. എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ മനുഷ്യരാണ്, ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുക. ഞങ്ങൾ സാധാരണക്കാരായ ജനങ്ങളാണ്, ഞങ്ങൾക്ക് അതിനുള്ള അവകാശം തരിക. ആരുണ്ടാക്കിയാലും ശരി, ആ ഉണ്ടാക്കി വെച്ചെടുക്കുന്നത് നിങ്ങളത് എടുത്തുകൊണ്ട് പോകുക. ഞങ്ങളുടെ ജീവൻ വെച്ച് കളിക്കരുത്. അല്ല സീന, അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളെയൊക്കെ പരിചയം ഉണ്ടാവുമല്ലോ. അവരുടെയൊക്കെ പ്രതികരണം എന്താണ്? ഇപ്പോൾ ദേശീയ തലത്തിലോ സംസ്ഥാന തലത്തിലോ ഉണ്ടാവുന്ന വിഷയം എന്നുള്ളതിനപ്പുറത്ത് ഒരു നാട്ടിലൊരു പ്രശ്നം ഉണ്ടാവും. അവിടുത്തെ ആളുകളെ നിങ്ങൾക്കും അറിയാം, അവർക്ക് നിങ്ങളെയും അറിയാം. അവരിക്കാര്യം ഇത് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വന്നതാണെന്ന് അഡ്മിറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല, അവര് ഒന്നും പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോ അവരടുത്ത് ആദ്യമായിട്ട് എൻ്റെ നാട്ടിൽ തന്നെ പ്രതികരിച്ച ഏക വ്യക്തിയാണ് ഞാൻ. നാളെ എനിക്ക് എന്ത് സംഭവിക്കും എന്നറിയില്ല. എൻ്റെ വീട്ടിന് ബോംബ് എറിയുന്നോ എൻ്റെ വീട്ടിന് എന്തെറിയുന്നോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് എൻ്റെ വീട്ടുകാരുടെ ജീവൻ ബലിയർപ്പിച്ചിട്ട്, എൻ്റെ ജീവിതം ബലിയർപ്പിച്ച് ഞാൻ ഇന്ന് നിങ്ങളുടെയൊക്കെ മുന്നിൽ വന്ന് പറയുന്നത് അവിടെയുള്ള എല്ലാ ആളുകളുടെയും ജീവന് വേണ്ടിയിട്ടാണ്. അല്ലാതെ എനിക്ക് ആരോടും വ്യക്തി വൈരാഗ്യോ അല്ലെ ആരോടൊന്നും കാശ് വാങ്ങിയിട്ടോ ഒന്നുമല്ല ചെയ്യുന്നത്. ഒരു സാധാരണക്കാരൻ, പച്ച മനുഷ്യനായിട്ട് നിങ്ങളുടെ മുന്നിൽ പറയുകയാണ്. ഇക്കാര്യത്തിൽ പേടിയുണ്ടോ? നേരത്തെ സീന സംസാരിച്ചപ്പോ അമ്മ പറയല്ലേ മോളെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവർക്ക് പേടിയുണ്ടോ? അമ്മയ്ക്ക് പേടിയാണ്. അമ്മയ്ക്ക് പേടിയുണ്ട്. അറിയത്തില്ല സാർ, നാളെ ചിലപ്പോ ഞാൻ പോകുന്ന വണ്ടിയിൽ വല്ല വണ്ടി വന്ന് ഇടിക്കാം, അല്ലെങ്കിൽ എന്റെ വീട്ടില് ബോംബ് എറിയാം, അല്ലെങ്കിൽ എന്നെ. വളരെ ജെന്യുവിനായ ഒരു അഭിപ്രായമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഓഫ്കോഴ്സ് ഞാൻ പാർട്ടിക്കാരിയൊക്കെ തന്നെയാണ്, തർക്കമൊന്നുമില്ല. പക്ഷേ കൊലപാതക രാഷ്ട്രീയം, ബോംബ് രാഷ്ട്രീയം, മക്കൾ രാഷ്ട്രീയം, അതേപോലെ സ്റ്റുഡൻസിനെ വെച്ചുള്ള രാഷ്ട്രീയം, ഇതൊക്കെ വൾഗറാണ്. രാഷ്ട്രീയത്തെ ജനങ്ങൾ ഭയപ്പെടുത്തുന്ന രീതിയിലൊരു രാഷ്ട്രീയം കളിക്കുന്നുണ്ട് ഇവർ എന്നുള്ളത് വസ്തുതയാണ്. ഇനി ഇത് ബി ജെ പിക്കാരൻ്റെ പറമ്പ്,
കോൺഗ്രസ്സുകാരൻ്റെ വീട്, മരണപ്പെട്ടത് CPM-കാരൻ, അങ്ങനെ ആകെ മൊത്തത്തിൽ ചക്ക കുഴയുന്നതൊക്കെ ഒരു കുഴച്ചിലാണ് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ അവിടുന്ന് വരുന്നത്. മാത്രമല്ല സീനയുടെ ഏജ്, സീനയുടെ കുടുംബം, സീനയുടെ പൂർവ്വ ചരിത്രം, പുതിയ ചരിത്രം, ഫ്യൂച്ചർ, പാസ്റ്റ്, എവറിത്തിങ് റിവീലാക്കി ആക്രമണ പരമ്പര തന്നെ അങ്ങ് ഇളക്കി വിട്ടിരിക്കുകയാണ് CPM-കാർ. എന്തിനാണോ എന്തോ ഒരു സംശയം ചോദിച്ചോട്ടെ. ആ കൊച്ചിനെ പോലെ തന്നെ ഞാനും ഒരു സാധാരണക്കാരി, ഇന്ത്യൻ പൗര, കേരളത്തിലെ വോട്ട് കുത്താൻ യോഗ്യതയുള്ള ഒരാൾ. ഒരു ചോദ്യം, ഇപ്പോൾ ഈ ആഭ്യന്തരം കയ്യിൽ വെച്ചിരിക്കുന്നത് ആരുടെ കയ്യിലാണ്? മൺറേഗിൻ്റെ കയ്യിൽ തന്നെ അല്ലേ? ആഭ്യന്തരം പുള്ളിക്കാരൻ്റെ കയ്യിലാണോ അല്ലയോ? CPM ഭരിക്കുന്നു, 10 വർഷമാവാറായി, ആകാറായി, എന്തരോ 5 കൊല്ലം എന്തായാലും ഉണ്ടല്ലോ. അപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആഭ്യന്തരം, നിങ്ങളുടെ കെടുകാര്യസ്ഥത കൊണ്ടാണ് ഒരു ബോംബ് പൊട്ടി ഒരു മനുഷ്യൻ ഭരിക്കുന്നത്. ഈ ബോംബ് എങ്ങനെ ഉണ്ടാക്കി? അവിടെ ബോംബ് എങ്ങനെ വന്നു? ഹൗ കംസ്, വെൻ, വൈ, ഹൂ, വാട്ട്? ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? ആഭ്യന്തര മന്ത്രാലയത്തിനാണ്. ആഭ്യന്തരം എന്ന് പറയുമ്പോൾ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്കാണ്. മുഖ്യമന്ത്രി അതിന് മറുപടി പറയാതെ നിങ്ങൾ ഈ സീനയുടെ തലയിൽ കയറുന്ന എന്ത് അടിസ്ഥാനത്തിലാണ് മനസ്സിലാവുന്നില്ല. സീന എന്ത് ചെയ്തു എന്നാണ് ആ കുട്ടിക്ക് മനസ്സിലായ ഒരു കാര്യം അതങ്ങോട്ട് പറഞ്ഞു. ഇനിയിപ്പോൾ അത് അവരെ കൂടെ നിൽക്കുന്നു, ഇവരെ കൂടെ നിൽക്കുന്നു, മറ്റവരുടെ കൂടെ നിൽക്കുന്നു, കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. ഒന്നും പറയാനില്ല. ആരെ കൂടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതിന് ഫോട്ടോയൊക്കെ എടുത്ത് വെച്ചിട്ട് ഈ പെൺകുട്ടി ഭയങ്കര കുഴപ്പമാണ്, വേറും പോക്കാണ്. അപ്പോൾ ബോംബ് പൊട്ടിയില്ലേ? ഈ ബോംബ് പൊട്ടിയ ആൾ മരിച്ചോ ഇല്ലയോ? അതാണ് ചോദ്യം. അത് ഒരു CPM പ്രവർത്തകൻ്റെ അപ്പനാണെന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹം മരിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടു ചുറ്റുവട്ടാരത്തിൽ അദ്ദേഹത്തിൻ്റെ മകൻ്റെ ചുറ്റുപറ്റി അങ്ങനെ ആയിരിക്കത്തില്ലേ? ആക്രമണമല്ലല്ലോ. എങ്ങനെ വാളിച്ചേൽ പൊട്ടിത്തെറിച്ചു? ഇങ്ങനെ കുറേ അധികം കാര്യങ്ങൾ അതിനകത്തുണ്ട്. അത് കൃത്യമായി അന്വേഷിക്കുകയും ആ അന്വേഷണത്തിന് ഉത്തരവിടുന്ന അതിൻ്റേതായ സീരിയസ്നെസ് എടുക്കുകയും സൈബർ ഇതുപോലെ കമൻറ്റോളികളെ കർശനമായി വിലക്കുകയും നിരോധിക്കുകയും ചെയ്യുന്നതിന് പകരം ആ പെൺകുട്ടിയുടെ തലയിൽ കയറുമ്പോൾ കമ്മ്യൂണിസം വളരും. എങ്ങോട്ടെന്നറിയാമോ? പടവലങ്ങ പോലെ താഴോട്ട്, മുകളിലോട്ട് പോത്ത്. ആദ്യത്തെ കാര്യം തന്നെ പറയാം. ഒരു വിഭാഗം ജനങ്ങൾ തീർത്തും വല്ലാത്ത രീതിയിൽ പൊറുതി മുട്ടിയിട്ടാണ് ഈ ഒരു വിഷയം കൊണ്ട് തന്നെ. അന്യായമായ സൈബർ ബുള്ളിങ് എന്തിനാണ്? ആർക്കും ഇവിടെ സ്വാതന്ത്ര്യമില്ലേ? നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന കമ്മ്യൂണിസം എന്താണ്? ഫാസിസമാണോ? കമ്മ്യൂണിസം എന്ന് നിങ്ങൾ വെറുതെ പേര് പറഞ്ഞിട്ട് ഫാസിസമാണോ നിങ്ങൾ കൊണ്ട് നടക്കുന്ന സാധനം? നോട്ട് അണ്ടർസ്റ്റാൻഡ്. അതുകൊണ്ട് ചോദിക്കുന്നതാണ്. ധൈര്യമായ ഒരു പെൺകുട്ടി പുറത്തേക്ക് വന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് അവളെ പാർട്ടിയിൽ ചേർക്കാം. പകരം അവളെ ശത്രുവാക്കാതിരിക്കൂ. അവളെ ഇതുപോലെ അവഹേളിക്കുകയും അനാവശ്യമായ രീതിയിൽ സ്ലട്ട് ഷെയ്മിങ്ങോ ഒക്കെ ചെയ്യുമ്പോൾ പാർട്ടിയാണ് അവഹേളിക്കപ്പെടുന്നതെന്നുള്ള സാമാന്യ ബോധമില്ലാത്ത സഖാക്കളെയാണോ നിങ്ങളിങ്ങനെ അഴിച്ചു വിട്ടിരിക്കുന്നത്? അവർ കാണിക്കുന്ന പേക്കൂത്തിൻ്റെ ഏറ്റവും വലിയ ഡാമേജ് ആർക്കും ഉണ്ടാവുക? പാർട്ടിക്കാണ്ട്. ഈ മാൻഡ്രേഗിന് ആ മൂലയിലെങ്ങാണം പിടിച്ചിരുത്തുന്നതിന് വല്ലതും തരണോ? ഇങ്ങനെ ഇരിക്കുന്നിടത്തോളം ഇത് കേട്ടുകൊണ്ടിരിക്കും. ഭരിക്കാൻ അറിയാത്തവൻ്റെ കയ്യിൽ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഭരണം എന്ന് പറയുന്ന സംഗതി എത്രത്തോളം വൾഗറാകുന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഈ കാണുന്ന നേർക്കാഴ്ച. ഒരു സംശയവും കൂടെ ഞാൻ വീണ്ടും ചോദിക്കുകയാണ്. ഈ കണ്ടുപിടിക്കേണ്ട ആളെ കണ്ടുപിടിക്കുകയും എന്താണ് അവിടെ നടക്കുന്നതെന്ന് അന്വേഷിക്കാനും വയ്യാതെ തിക്കുമുട്ടുന്ന എന്തുകൊണ്ടാണ്? അല്ല സഖാക്കന്മാരെ, അപ്പം നിങ്ങളുടെ കൈ അതിനകത്തില്ലയോ എന്നൊരു സംശയമില്ലാതില്ല. ഒരു കമൻറ്റ് വായിക്കാം. ആ കമൻ്റാണ് കുറച്ച് സ്ട്രൈക്ക് ചെയ്തത്. RSS കോട്ട, കണ്ണൂരിൽ ബോംബ് പൊട്ടിയത് RSS കോട്ട എന്ന് പറയുന്ന സ്ഥലത്ത്. RSSന് ഒരു കോട്ട കമ്മ്യൂണിസ്റ്റുണ്ടോ? ഓക്കെ, ഉണ്ടാവട്ടെ. സ്ഥലവും വീടും അടുത്ത കാലത്ത് മരണപ്പെട്ട കോൺഗ്രസ് നേതാവിൻ്റെ വീട്ടിൽ വെച്ച് RSS കോട്ടയ്ക്കകത്തിട്ട് ബോംബ് പൊട്ടിയിരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ കൈവശം വെച്ചിരിക്കുന്നത് BJP-കാരായ മക്കൾ, കോൺഗ്രസിൻ്റെ മക്കൾ BJP-കാർ. നല്ല സാധനം. ഓക്കെ. കൊല്ലപ്പെട്ടത് CPIM മെമ്പർ, ബ്രാക്കറ്റ് മെമ്പറായിരുന്ന ബ്രാഞ്ച് സെക്രട്ടറിയുടെ പിതാവ് ആയൊരു വൃദ്ധൻ. അപ്പോൾ ബ്രാഞ്ച് സെക്രട്ടറിയുടെ പിതാവ് ഈ പറയുന്ന ആൾ ഈ വീട്ടിലെന്തിനാ പോയെ? ഇങ്ങനെ ഒരു തമ്മിൽ തല്ല അവിടെ ഉള്ളപ്പോൾ ഈ ബ്രാഞ്ച് സെക്രട്ടറിയുടെ മോൻ അല്ല അപ്പൻ അവിടെ എന്തിനാ പോകുന്നത്? അതൊരു ചോദ്യമല്ലേ? ഇതാണ് നമ്മുടെ മുന്നിലുള്ള സത്യം. പരമമായ സത്യമാണ്. ഈ സത്യത്തിന് എന്ത് വില? ആര് പറയും? RSS കേന്ദ്രത്തിലെ ഈ പൊട്ടിയ ബോംബിന് CPM-നെ കുരിശിലേറ്റുന്ന ഇവരോടൊക്കെ എന്ത് പറയാം? അയ്യോടാ, ഇവന് സത്യമായിട്ട് സിനിമയിലെടുക്കണം. ആ കമൻറ്റിനകത്തുണ്ട് സംഗതി. അപ്പോൾ ഇത് കൃത്യമായി എന്താണ് എന്ന് മനസ്സിലാക്കുകയും അന്വേഷിക്കുകയും
അതിനെ ആ രീതിയിൽ അതിനെ അന്വേഷണത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സൈലൻസ് പ്ലീസ് എന്ന് ഞങ്ങളുടെ സൈബർ ഗുണ്ടകളോട് പറയുകയും ചെയ്യേണ്ട. മുഖ്യൻ മൗനത്തിലാണ്. ഇങ്ങനെ മൗനവ്രതം എപ്പം വിടുമോ എന്തോ, എപ്പം നിർത്തുമോ എന്തോ ഒന്നും അറിയത്തില്ല. ഏതായാലും കൊള്ളാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു പാർട്ടിയെ പ്രതിനിധീകരിക്കുകയും ഒരു പാർട്ടിയെ വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ പാർട്ടി അത്യാവശ്യം കീപ്പ് ചെയ്യേണ്ട ചില മാനേഴ്സ് ഉണ്ട്. തീർത്തും പരാജയമായിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ അംഗമാണെന്ന് പറയാൻ അഭിമാനക്ഷതം തോന്നി തുടങ്ങിയിരിക്കുന്നു കേട്ടോ, സത്യം പറയാലോ. പിന്നെ സൈബർ ബുള്ളിയിങ് എനിക്കത് ഇഷ്ടപ്പെട്ടു. എന്തുകൊണ്ടെന്നറിയാം? ആ പെങ്കൊച്ച് നേരിടുന്നത് അതിഭീകരമായ സൈബർ ബുള്ളിയിങ്ങാണ്. ഇതിനകത്തുണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. സൈബർ കോട്ടകളിലേക്ക് സൈബർ ബുള്ളിയിങ്ങിന് സൈബർ സഖാക്കന്മാരെ ഇറക്കി വിട്ടിരിക്കുന്ന നമ്മളുടെ മുഖ്യൻ സൈബർ പോലീസിന് മുക്കേറിട്ടിരിക്കുകയാണ്. കൂടുതലൊന്നും ബഹളം വയ്ക്കേണ്ട. ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ കോടതി മുഖാന്തരം വന്നാൽ മതി. അപ്പം ദുട്ട് ചിലവാകും. ദുട്ട് ചിലവാക്കാൻ പറ്റാത്ത സാധാരണ ജനങ്ങൾ ദുട്ട് ചിലവാക്കാനായിട്ട് പോകത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? സൈബർ സഖാക്കന്മാർക്ക് നിർബാധം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാം. മനസ്സിലായില്ലേ? എങ്ങനെയുണ്ട്? മുഖ്യൻ്റെ തലയെന്ന് പറഞ്ഞാലുണ്ട് ഒരു 1.5 തലയാണ്. എനിവേ, നല്ല കാര്യം. സഖാക്കന്മാരുടെ പേക്കൂത്ത് അങ്ങനെ ആറാടുകയാണ്. സൈബർ ഇടങ്ങളിലെന്നല്ല, ആ കൊച്ചിനെ അങ്ങ് കൊന്നു കൊല വിളിക്കുന്നുണ്ട്. കഷ്ടമെന്നല്ലാതെ എന്താ പറയുക? ആ കഷ്ടം എന്നതിനപ്പുറം ഒന്നും പറയാനില്ല. ആ കുട്ടിക്ക് ഐക്യദാർഢ്യം. ഐ ലൈക്ക് ഹെർ ബോൾഡ്നെസ്. എന്ത് കുന്താണെന്ന് പറഞ്ഞാൽ ധൈര്യസമേതം അങ്ങോട്ട് പറയണത് കണ്ടോ? അവിടെയുണ്ട് ആ കുട്ടി. അതിനി എന്ത് രാഷ്ട്രീയമാണോ അല്ലെങ്കിൽ ഇനി അത് വേറെ എന്തെങ്കിലും രീതിയിലാണെങ്കിൽ പോലും ധൈര്യസമേതം ഈ പടകൾക്കെതിരെ പറയാനായിട്ട് തൻ്റെ ഇടം ഉണ്ടായല്ലോ. ജീവിച്ചിരുന്നാൽ ഭാഗ്യം. അഫ്കോഴ്സ് നിങ്ങളുടേത് കൊലപാതക രാഷ്ട്രീയമാണെന്ന് നിങ്ങൾ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അനുദിനം ബോംബുണ്ടാക്കുന്നത്രേ. ഒരു നാട്ടിൽ ബോംബുണ്ടാക്കുകയാണ്, അതിൻ്റെ ഉത്തരവാദിത്വം ആരാണ്? അതിൻ്റെ കെട്ടുകാര്യസ്ഥത ആരുടെയാണ്? ഒരാൾ തന്നെ എല്ലാം ഭരിക്കണേ. ഒരു കസേര അവിടെ ഓൾറെഡി ഇല്ലയോ? അതിലെങ്ങാനും കുത്തിയിരുന്നാൽ പോരായോ? ഈ കണ്ട കസേരകളെല്ലാം എൻ്റെയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. മാസപ്പടി കിട്ടിയതൊന്നും തവണില്ല അല്ലയോ? വല്ല തെങ്ങുകയറ്റക്കാരൻ്റെ മോളായിട്ടെങ്ങാനും ജനിച്ചാൽ മതിയായിരുന്നു. മാസപ്പടിയും വന്നേനെ, അത്യാവശ്യത്തിൽ കൂടുതൽ ഇതും വന്നേനായിരുന്നു. സത്യമായിട്ടും ഇല്ലയോ? എന്തായാലും അപ്പനപ്പൂപ്പന്മാർ സമ്പാദിച്ച് വെച്ച സമ്പാദ്യങ്ങളൊന്നും ഇല്ലല്ലോ. പകൽ പോലെ വെളിച്ചം കീറി നന്നായി മനസ്സിലാകുന്ന പല കാര്യങ്ങളും മിഴുങ്ങസ്യ എന്നാക്കിക്കൊണ്ട് ഇവറ്റകൾക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ സഖാക്കന്മാരെ നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് നിങ്ങളുടെ ഏറ്റവും നല്ല നിലപാടുകളാണ്. നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് നിങ്ങളുടെ ഏറ്റവും നല്ല ആദ്യം തന്നെ. അത്രയേ ഉള്ളൂ. ബൈ.